ഗൈസ് നമ്മളാണെങ്കിൽ മറൈൻ എക്സ്പോയ്ക്ക് പോയപ്പോൾ VR കയറിയിട്ടുണ്ടായിരുന്നു. VR എക്സ്പീരിയൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. VR എക്സ്പീരിയൻസിൽ അവിടെ കുറേ പേരുണ്ടായിരുന്നു. VR എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സീൻ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നമുക്ക് സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് വെർച്വൽ റിയാലിറ്റി. നമ്മൾ റിയൽ ലൈഫിൽ വേറെ ഏതൊരു ഒരു വലിയ മലേൻ്റെ മേളിൽ പോയിട്ട് താഴോട്ട് ബ്രേക്കില്ലാത്ത വണ്ടി കൊണ്ടുവന്ന് സീൻ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നമ്മൾ ഈ മൈൻഡേ നമ്മുടെ മാറിപ്പോകും ഗൈസ്. നമുക്കൊരു നല്ലൊരു ഇതായിട്ടേ തോന്നത്തുള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രീ ആയിട്ടൊരു ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസീവായിട്ടെങ്കിലും നിങ്ങൾക്ക് VR കയറാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും കയറണം ഗൈസ്. കാരണം നിങ്ങൾക്ക് ആ TV കാണാൻ പറ്റും പാറേൻ്റെ ഒക്കെ ഇടയിൽ കൂടെ പോകുന്നതും പോലെ പോകുന്നതും ഒക്കെ. ഇപ്പോൾ പക്ഷേ പരസ്യമാണ് ഗൈസ് TV അങ്ങനെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തായി പോകും ഗൈസ്. അവിടെ കുറേ പേര് എന്നെ നോക്കി ഇപ്പോൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ പേര് വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കത് ഞാൻ ആ വീഡിയോസ് ഫോണിൽ കാണുമ്പോഴാണ് ഗൈസ് അവിടെ അത്രയും പേരുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ VR ബോക്സ് മാറ്റുമ്പോഴാണ് ഗൈസ് എനിക്ക് മനസ്സിലാവുന്നത്. സീനെന്ന് ഗൈസ് പറഞ്ഞാൽ സീന് സാധനം. നമ്മൾ വേറൊരു ലോകത്ത് പോകുന്ന പോലെയാണ് ഗൈസ്. കറക്റ്റ് നമുക്ക് ഈ തലയൊക്കെ തിരിച്ച് നോക്കുമ്പോൾ അടിയിലോട്ടൊക്കെ നോക്കുമ്പോൾ വലിയ മലേൻ്റെ ഒക്കെ മേളിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അടിയിലോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല വൈബാണ് ഗൈസ്. നമുക്കത് കാണണം ഗൈസ്. വൈബ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് വൈബ്. രസമായിട്ട് നമുക്കിങ്ങനെ താഴോട്ടൊക്കെ നോക്കി വീഴാനൊക്കെ പോകുന്നല്ലോ തോന്നുന്നു. നമുക്ക് ഫ്ലോറിൽ നിൽക്കുമ്പോൾ തന്നെ കാലടിപ്പിച്ച് വെക്കണം എന്ന് ആ ചേട്ടൻ എന്നോട് പറഞ്ഞാൽ നമുക്ക് ഇതാണ് കെട്ടാനാണ്. ഈ ചേട്ടനാണ് ഗൈസ്. ഈ രണ്ട് ചേട്ടന്മാരാണ് എനിക്ക് ഇതിൽ കയറാൻ ടിക്കറ്റൊക്കെ ഇതാക്കി തന്നെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.